അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മൾ ഈ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ സ്വാലിഹായ അമലായി അല്ലാഹു കബൂലാക്കട്ടെ. കമന്റുകളായൊക്കെ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും പറഞ്ഞ് ദുആരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹു എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ച് വിഷമങ്ങളൊക്കെ അല്ലാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. 9 വലിയ നേട്ടങ്ങൾ കിട്ടുന്ന മഹത്തായ ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നമുക്കൊക്കെ അറിയുന്ന ദിക്റാണ്, പക്ഷേ ആ ദിക്റിന് ഇത്രയേറെ പ്രതിഫലം കിട്ടുമോ എന്ന് നമുക്കറിയുണ്ടാവില്ല ചിലപ്പോൾ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫദ്ലുകൾ, ശ്രേഷ്ഠതകൾ മനസ്സിലാക്കി വെക്കുന്നത്? ഇത് ഞാൻ ചൊല്ലിക്കഴിഞ്ഞാൽ എനിക്ക് ഇന്ന നേട്ടങ്ങൾ കിട്ടുമെന്നൊരാൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് ചെയ്യാനൊരു ആവേശം ഉണ്ടാവും, അത് ചെയ്യാനൊരു ആഗ്രഹം ഉണ്ടാവും, താല്പര്യം ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ്. അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനൊക്കെ അള്ളാഹു ഭാഗ്യം നൽകണം. ഏതാണ് ദിക്ർ എന്നൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അതിനു മുമ്പായിട്ട് എന്താണ് ഈ ദിക്ർ ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാം. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരാണ് നമ്മളൊക്കെ. കണ്ണുകൊണ്ടും കാതുകൊണ്ടും അതുപോലെ കൈകാലുകൾ കൊണ്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലൊക്കെ തെറ്റുകൾ നമ്മളിൽ നിന്ന് വരും. അപ്പോൾ ഈ തെറ്റുകളൊക്കെ പൊറുപ്പിക്കാൻ നമുക്കൊരു കരുതൽ നമ്മുടെ കൂടെ വേണം. അതോടൊപ്പം തന്നെ നമ്മൾക്ക് നന്മകൾ വർദ്ധിപ്പിക്കാൻ ഒരു മുൻകരുതൽ നമ്മുടെ കൂടെ വേണം. നമുക്ക് ഉയർന്ന ദറജകൾ കിട്ടാൻ ഒരു മാർഗം നമുക്ക് വേണം. നമ്മെ പാപങ്ങളിൽ നിന്നും പൊറുക്കപ്പെടുന്നത് പോലെ, സംരക്ഷിക്കപ്പെടുന്നത് പോലെ തന്നെ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ നമ്മുടെ കൂടെ എന്ത് ചെയ്യണം? ഒരു മാർഗം, ഒരു പ്രൊട്ടക്ഷൻ വേണം. ഇങ്ങനെ തുടങ്ങി മനുഷ്യനാകുന്ന നമുക്കിതൊക്കെ ആവശ്യമാണ്. നമ്മൾ സാധുക്കളാണ്, പാവങ്ങളാണ്, പാപം ചെയ്യുന്ന പാവങ്ങളാണ്. അപ്പം ഇതൊക്കെ പുറത്തു കിട്ടിയാലേ അള്ളാഹുവിൻ്റെ അടുക്കൽ നാളെ രക്ഷപ്പെട്ട് കിട്ടാൻ പറ്റുള്ളൂ ഇൻഷാ അല്ലാഹ്. ഇതിനൊക്കെ പറ്റുന്ന, എല്ലാ സംഗതികൾക്കും പറ്റുന്ന ഒരു മഹത്തായ ദിക്ർ മുത്തുനബി തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്ന, അവിടുത്തെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്ന ദിക്ർ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. ഇതിന് ദുആ എന്നും വേണേ നമുക്ക് വിളിക്കാം, ദിക്ർ എന്നും പറയാം, ഇതിന് ദുആ എന്നും എന്ത് ചെയ്യാം നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഒരുപാട് തവണ ചൊല്ലാനുള്ള ഭാഗ്യം നൽകട്ടെ. ഈ ദിക്ർ രാവിലെയും വൈകുന്നേരവും, അതായത് ഒരാൾ സുബഹി നിസ്കരിച്ച അതേ സ്ഥലത്തിരുന്നു കൊണ്ട്, അതുപോലെ തന്നെ മഗ്രിബ് നിസ്കരിച്ച സ്ഥലത്തിരുന്നു കൊണ്ട് അവന്റെ കാല് അനക്കുന്നതിന് മുമ്പായിട്ട്, അതായത് നമ്മളൊന്ന് ചരിഞ്ഞിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഒന്ന് കാലൊക്കെ ഒന്ന് വിടർത്തിയിട്ട് എന്ത് ചെയ്യും, നമ്മളൊന്ന് മര്യാദക്കിരിക്കും. ആ ഇരിക്കുന്നതിന് മുമ്പായിട്ട് നിസ്കരിച്ച അതേ പൊസിഷനിൽ, ആ അത്തഹിയ്യാത്തിൽ ഇരിക്കുന്ന അതേ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് 10 തവണ, വെറും 10 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്ന ദിക്റാണ്, നമുക്ക് എപ്പോഴും കേൾക്കുന്ന ദുആയാണ്, നമുക്കൊക്കെ അറിയുന്ന ദുആയും കൂടിയാണ്. അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് പഠിച്ചോളൂ, പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, നമുക്കറിയുന്ന സാധനമാണ് അല്ലേ, ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്നതാണ്. ലഹുൽ മുൽക്കു വലഹുൽ ഹംദു, അതും അതിന്റെ കൂടെ നമ്മൾ ചൊല്ലി ശീലമായതാണ്. യുഹ്യി വയുമീതു, ചിലപ്പോൾ അത് അധികം ആളുകൾക്ക് പരിചയം ഉണ്ടാവില്ല, അതൊന്ന് പഠിച്ചോളൂ. യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അത് നമുക്കറിയുന്നതാണ്. അപ്പം നമുക്ക് അറിയുന്ന ദിക്റുകളും വാക്കുകളും ഒക്കെയാണ്. ഇത് കൂട്ടിച്ചേർത്ത് ഈ ഒരു ദിക്ർ 10 തവണ കുറഞ്ഞ സെക്കൻഡുകൾ മതി ഇത് ചൊല്ലി തീർക്കാൻ. എപ്പോ രാവിലെ നമ്മൾ സുബഹി നിസ്കരിച്ച ഉടനെ ആ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട്, അതുപോലെ തന്നെ മഗ്രിബ് നിസ്കരിച്ച ആ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് ഒരാൾ 10 തവണ ചൊല്ലിയാൽ അവന് കിട്ടുന്ന വമ്പൻ 9 നേട്ടങ്ങൾ മാത്രം ഇപ്പൊ ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. ഇതിനധികം വേറെ നേട്ടങ്ങളും മഹാന്മാരായ മുൻഗാമികൾ നമ്മെ പഠിപ്പിച്ചു തന്നതുകൊണ്ട് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു 9 നേട്ടം നമുക്ക് മനസ്സിലാക്കിയാലോ. ആദ്യത്തെ നേട്ടം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, നമ്മൾ ഒരുപാട് പാപം ചെയ്യുന്നവരാണ്. അപ്പൊ ഈ പാപം പൊറുക്കാനുള്ളൊരു മാർഗം വേണ്ടേ? ഇൻഷാ അല്ലാഹ് മുത്തുനബി തങ്ങൾ പറയുകയാണ്, ഈ ദിക്ർ 10 തവണ ചെല്ലുമ്പോൾ ഓരോ തവണയ്ക്കും, 10നും കൂടെ അല്ല, മറിച്ച് ഓരോ ദിക്റിനും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഈ ഒരു തവണ ചൊല്ലിയതിന് അവന്റെ 10 തിന്മകൾ അല്ലാഹു മായ്ച്ചു കളയുന്നതാണ് എന്ന്. 10 തിന്മകൾ, അവൻ ചെയ്ത തെറ്റുകൾ, അവൾ ചെയ്ത തെറ്റുകൾ, നമ്മൾ ഓരോരുത്തരും ചെയ്ത തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയും. അവിടെ ഉണ്ടാവൂല. എന്താണ് മായ്ച്ചു കളയുക എന്നുള്ളതിന്റെ ഉദ്ദേശം? മഹാ അൻഹു എന്നാണ്, അവനെ തൊട്ട് മായ്ച്ചു കളയുക. മനസ്സിലായി അതിന്റെ അർത്ഥം? നമ്മളൊരു സംഗതി മായ്ച്ച്, നമ്മളൊരു പേന കൊണ്ട് എന്ത് ചെയ്തു, ബുക്കിൽ ഒരു സംഗതി എഴുതി, പേന കൊണ്ട് എഴുതി, നമുക്കിനി അത് മായ്ക്കാൻ ബുദ്ധിമുട്ടാണ്, അവിടെ വെട്ടിക്കളയാലാണ് നമ്മൾ ചെയ്യുക അല്ലേ, അവിടെ എന്തോ ഒന്നും ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ അടയാളം അവിടെ ഉണ്ടാവും, അവിടെ എന്തോ ഒന്നും ഉണ്ടായിരുന്നു അല്ലേ. അപ്പോ വെട്ടലല്ല, മറിച്ച് ഇനിയോ പെൻസിൽ കൊണ്ട് നമ്മൾ ബുക്കിൽ എഴുതി, എന്നിട്ടോ ഒരു റബ്ബർ കൊണ്ട് എന്ത് ചെയ്തു, അതൊന്ന് മായ്ച്ചു. അവിടെ എന്താ എഴുതിയത് നമുക്കറിയില്ല, അവിടെ എന്തോ ഉണ്ടായിരുന്നോ ഇല്ലയോ അതറിയില്ല, കാരണം അത് മാഞ്ഞുപോയി.
ഇതാണ് ഇത് തെറ്റ് മായ്ച്ചു കളയുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം. അതായത് ആ തെറ്റിനെ പിന്നെ അതിന്റെ അടയാളം പോലും അവിടെ ഉണ്ടാവില്ല. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു മായ്ച്ചു കളയുമാറാകട്ടെ. ഓ മഹാൻഹു എന്ന് പറഞ്ഞ അവനെ തൊട്ട് മായ്ച്ചു കളയും. അവനെ തൊട്ട് തെറ്റ് വെട്ടുമെന്നല്ല പറയാം, അല്ലെങ്കിൽ പരിഗണിക്കാതിരിക്കുമെന്നല്ല പറഞ്ഞു, മറിച്ച് ആ തെറ്റുകളെ മുഴുവൻ എന്ത് ചെയ്യും? അള്ളാഹു കൊണ്ട് മായ്ക്കും. ഒരു ദിക്റിന് 10 തെറ്റ്, 10 ചെല്ലിയാലോ 100 തെറ്റ് ഒരൊറ്റ സമയം കൊണ്ട് നമുക്ക് മായ്ച്ചു കളയാൻ പറ്റും. 10 മാത്രം ചെല്ലണമെന്നല്ല, 10 ചെല്ലുന്നവർക്കുള്ള നേട്ടങ്ങളാണ് ഈ പറയുന്നത്. ഇനി അതിനേക്കാൾ കൂടുതൽ എത്ര അധികരിപ്പിക്കാൻ പറ്റുമോ അത്രയും അധികരിപ്പിക്കാം. നബി തങ്ങൾ അതിനുള്ള മഹത്വം പറഞ്ഞു തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ഒന്നാമത് കിട്ടുന്ന നേട്ടം അവന്റെ 10 തിന്മകൾ അള്ളാഹു മായ്ച്ചു കളയും. ഇനി അതുപോലെ തന്നെ രണ്ടാമതായി അവന് കിട്ടുന്ന നേട്ടമാണ്, ഇനി നമ്മൾ തിന്മകളൊക്കെ ഒരുപാട് ചെയ്യും, പക്ഷെ നന്മകൾ ചെയ്യുന്നിടത്ത് വളരെ വീക്കാണ് നമ്മൾ ഓരോരുത്തരും അല്ലേ. നന്മ ചെയ്യാൻ പലപ്പോഴും അവസരം ഉണ്ടെങ്കിൽ കൂടി വല്ലാത്ത മടിയാണ്. ഒന്ന് നമ്മുടെ ശരീരം നമ്മെ മടിയിലേക്ക് കൊണ്ടുപോകും. ഇപ്പൊ വേണ്ട പിന്നാവട്ടെ, അല്ല ഇപ്പൊ വേണ്ടടി പിന്നാവട്ടെ ഇല്ലേ. രണ്ടാമത്തതോ ഇബിലീസ്. സാക്ഷാൽ ഇബിലീസ് നമ്മെ കൊടുക്കാനായിട്ട് ശ്രമിക്കും. നമുക്ക് കാവല് വേണ്ടേ? ഇൻഷാ അല്ലാഹ് പറയാം. ഇബിലീസ് നമ്മളെ കൊടുക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ അതുകൊണ്ട് നന്മ ചെയ്യാനുള്ള അവസരം വളരെ കുറവാണ്. അപ്പൊ എന്ത് ചെയ്യും? ഈ 10 ദിക്റ് കാരണം ഓരോ ദിക്റിനും 10 ഹസനത്തുകൾ അവന്റെ അക്കൗണ്ടിലേക്ക് എഴുതി ചേർക്കും. ഓക്കെ, 10 നന്മകൾ അവന്റെ അക്കൗണ്ടിലേക്ക് എഴുതി ചേർക്കും പുതിയതായി. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുടങ്ങിയ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ, ഖദീർ വരെ ചൊല്ലിക്കഴിഞ്ഞാൽ 10 നന്മ. സൈനബ 10 നന്മ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അബ്ദുള്ള 10 നന്മ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അവരുടെ അക്കൗണ്ടിലേക്ക് ആ നന്മ എഴുതപ്പെടും. നോക്കുങ്ങൾ, കുറഞ്ഞ സമയം മതി. അപ്പൊ കേവലം 10 ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ 100 നന്മ നമ്മുടെ അക്കൗണ്ടിൽ കയറി, നമുക്ക് 100 തിന്മ വാങ്ങുകയും ചെയ്തു. ഇനി അള്ളാഹുവിന്റെ അടുക്കൽ നല്ല സ്ഥാനമാനങ്ങൾ കിട്ടണം. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ്. നമ്മൾ ആഗ്രഹം, നമ്മളൊന്നും ചെയ്യുന്നില്ലെങ്കിലും ആഗ്രഹം സിദ്ദീഖ് തങ്ങളുടെ അടുത്ത് പോയിരിക്കണമെന്നാണ്. നബി തങ്ങളുടെ ചാരത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്ക പോയിരിക്കണമെന്നാണ്, അല്ലെങ്കിൽ ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ കൂടെ ഇരിക്കണമെന്നാണ്, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കൂടെ ഇരിക്കണം. അവരൊക്കെ ചെയ്ത ഇബാദത്തിന്റെ 7 അയലത്തെത്താൻ നമ്മളെ കൊണ്ട് പറ്റൂല. നമ്മുടെ ആഗ്രഹം അവിടെ ഇരിക്കണമെന്നാണ്. നമുക്കപ്പോൾ അതിനുള്ള ദറജകളൊന്നും നമ്മുടെ കയ്യിലില്ല. നമ്മൾ അതിനുള്ള അമലുകൾ ഇബാദത്തുകളൊന്നും ചെയ്യണില്ല. എന്നാൽ നബി തങ്ങൾ പഠിപ്പിക്കുക, ആരെങ്കിലും രാവിലെയും വൈകുന്നേരം 10 തവണ വീതം ഇത് ചൊല്ലിയാൽ, സുബഹയ്ക്ക് ശേഷവും മഗ്‌രിബിന് ശേഷം 10 തവണ വീതം, കേവലം 10 തവണ വീതം ചൊല്ലിയാൽ ഓരോ തവണയ്ക്കും ഓരോ ദിക്റിനും 10 ദറജ വീതം അവൻ അള്ളാഹു ഉയർത്തി കൊടുക്കും. 10 ദറജ വീതം എന്ത് ചെയ്യും? ഈ മഹത്തുക്കളായ മുൻഗാമികളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പടിയായി ഉയർത്തി കൊടുക്കുന്നതാണ്. അപ്പോ 10 ദിക്ർ കൊണ്ട് 100 ദറജ, 100 സ്ഥാനം അവൻ ഉയർന്നു. അതിനധികരിപ്പിക്കാൻ പറ്റിയാലോ 10 എന്നുള്ളത് 20 ചൊല്ലി, എന്നാൽ 200 ദറജകൾ അവന് ഉയരാം. ഇങ്ങനെ എന്ത് ചെയ്യും? സ്ഥാനമാനങ്ങൾ ഉയരാൻ ഈ ദിക്ർ പതിവാക്കിയാൽ മതി. ചുരുങ്ങിയ സമയം പോരെ, കുറഞ്ഞ സമയം കൊണ്ട് ചൊല്ലാൻ പറ്റും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി ഇതൊക്കെ അപ്പുറം ഇതൊക്കെ നമ്മൾ എപ്പോഴും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. കേൾക്കാത്ത ഒരു വിഷയം, ഒരു ഫദ്ലാണ് മസ്ലഹ എന്ന് പറയുന്ന ഒരു വിഭാഗം മലക്കിനെ അള്ളാഹു അവനെ ഏൽപ്പിച്ചു കൊടുക്കും, അവൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ഈ ദിക്ർ ചൊല്ലുന്നവന് മസ്ലഹ എന്ന് പറയുന്ന ഒരു വിഭാഗം മലക്കിനെ അള്ളാഹു അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കും. എന്താണ് ഈ മസ്ലഹ? എന്താണ് ഈ മലക്കളുടെ സ്വഭാവം? എന്താണ് ഈ മലക്കളുടെ പ്രത്യേകത? 4ാമത് അവന് കിട്ടുന്ന വലിയ നേട്ടം അതാണ്. അവന് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം അതാണെന്ന് വെക്കാം. ഈ മലക്കുകൾ അവന് ചെയ്യുന്ന എന്താണെന്ന് അറിയുമോ? ഐ ഹാഫിളത്തൻ ലഹു വമാനിഅത്തൻ ലഹു മിനസ്സൂഇ വൽ അദാ. ഇവന് ഏത് തിന്മ ഉണ്ടാകുന്നതിനെ തൊട്ടും തടഞ്ഞു നിർത്താൻ, സംരക്ഷിക്കാൻ ഈ മലക്കുകൾ അള്ളാഹു ഏൽപ്പിച്ചേക്കാം. ഞാൻ ഇപ്പോൾ ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്, ഒരു തെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഈ തെറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ചിലപ്പോൾ അത് നല്ലതായിട്ടായിരിക്കും തോന്നാം, പക്ഷേ ഈ മലക്കുകൾ എന്താ ചെയ്യാന്നറിയോ? ആ തിന്മയെ തൊട്ട് എന്നെ അങ്ങോട്ട് അകറ്റും, എന്നെ സംരക്ഷിക്കും, കാത്തു. എനിക്ക് ആ തിന്മ ചെയ്യാൻ അവസരം കിട്ടൂല, തിന്മ എന്നെ കൊണ്ട് ചെയ്യിക്കൂല. തിന്മ ചെയ്യാതിരുന്നാലോ എനിക്ക് നന്മകൾക്ക് അവസരം കിട്ടും, ഞാൻ സ്വർഗത്തിൽ പോകും. മനസ്സിലാക്കണേ. രാവിലെയും വൈകുന്നേരം മുടങ്ങാതെ ചൊല്ലുന്നവന് മലക്കുകൾ തിന്മ ചെയ്യുന്ന വാതിലുകൾ മുഴുവൻ അടച്ചു കൊടുക്കും. അതിനു വേണ്ടിയിട്ട് പ്രത്യേകം മലക്കുകളെ, മസ്ലഹ എന്ന വിഭാഗം മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പ്രത്യേകമായിട്ട് നൽകും, അല്ല അവൾക്ക് പ്രത്യേകമായിട്ട് നൽകും. എന്റെ പ്രിയപ്പെട്ട സുമ്മമാര്, സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കൊക്കെ ഒരു കാവൽ എപ്പോഴും ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ മലക്കുകൾ ഇവന് വേണ്ടി ദുആ ഇറക്കുകയും ചെയ്യും, ഇവന് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലും, ഇവൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യും. അല്ലാഹുവേ, നിന്റെ അടിമയാകുന്ന ഇന്നാലിന്നവൾ അല്ലെ ഇന്നാലിന്നവൻ നിനക്ക് വേണ്ടി ദിക്ർ ചൊല്ലിയിട്ടുണ്ട്, നീ പുറത്തു കൊടുക്കണേ അല്ലാ, നീ അവർക്ക് പാപങ്ങൾ പൊറുക്കണേ അല്ലാ, ദറജ വർദ്ധിപ്പിക്കണേ അല്ലാ, നീ അവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കണേ അല്ലാ, കടങ്ങൾ വീട്ടണേ അല്ലാ, മക്കളെ നന്നാക്കണേ അല്ലാ, തുടങ്ങി നമുക്ക് വേണ്ടി മലക്കുകൾ ദുആ ഇറക്കും അല്ലാഹുവിന്റെ അടുക്കൽ.
നമ്മൾ ദ്വാരക്കുന്ന പോലല്ലോ മലക്കൾ ദ്വാരക്കൽ. അവർ പാപങ്ങളൊന്നും ചെയ്യാത്ത ആളുകളാണ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരാ. ആ ഇബാദത്ത് ചെയ്യുന്ന മലക്കൾ ദ്വാരെന്നാൽ അത് പെട്ടെന്ന് അള്ളാഹു സ്വീകരിക്കും. അതിനുവേണ്ടി പ്രത്യേക ഒരു മലക്ക് നോക്ക് നിങ്ങൾ, പ്രത്യേകം ഒരു സെക്യൂരിറ്റി നമ്മുടെ കൂടെ ഉണ്ടാകും. പാപങ്ങളുടെ അടുക്കലേക്ക് നമ്മളെ അടുപ്പിക്കൂല, നന്മകളുടെ വഴികൾ നമുക്ക് കാണിച്ചു തരും, നല്ലത് കാണിച്ചു തരും, നല്ലത് ചെയ്യാൻ അവസരം കിട്ടും. ആ നല്ലത് ചെയ്താലോ നേരെ സ്വർഗത്തിലേക്ക് പോകാനും അവസരം കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്ത് ചെയ്താൽ മതി? 10 തവണ ഈ ഒരു ദിക്ർ, ഈ ഒരു ദുആ രാവിലെ വൈകുന്നേരം ചൊല്ലിയാൽ മതി, കുറഞ്ഞ സമയം കൊണ്ട്. എത്ര പണിയുള്ള പരിപാടിയാണെന്നറിയാം. മലക്കുകളെയൊക്കെ പ്രൊട്ടക്ഷന് വിളിക്കാം. നമ്മൾ നാട്ടിലൊരു സെക്യൂരിറ്റി നിർത്തണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? ഒരു ചെറിയ സെക്യൂരിറ്റിയാണ്, വലിയ ഹൈ ക്വാളിറ്റി ഒന്നുമല്ല, മറിച്ച് ഒരു സാധാരണക്കാരൻ ഒരു സെക്യൂരിറ്റിയെ നമ്മുടെ വീടിന് കാവലായിട്ട് നിർത്തണം. എത്ര രൂപ നമ്മൾ മാസം കൊടുക്കേണ്ടി വരും? നമുക്കത് കാലാകാലം നിർത്താൻ പറ്റുമോ? അതും ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരില്ല. അതിനുള്ള സമ്പത്ത് നമ്മുടെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. എന്നാൽ ഈ ദിക്ർ രാവിലെയും വൈകുന്നേരം മുടങ്ങാതെ പതിവാക്കുന്നവനാണോ, കാലകാലത്തേക്ക് അവൻ്റെ കൂടെ ഈ മലക്ക് പ്രൊട്ടക്ഷൻ ആയിട്ടുണ്ടാവും. അത് മലായിക്കത്ത്, ഒരു മലക്കെന്നല്ല, പല മലക്കുകളെ അള്ളാഹു അയക്കും. ഒരാളെന്നല്ല, ഒരുപാട് മലക്കുകൾ എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് പ്രൊട്ടക്ഷനായിട്ട് അയച്ചു കൊടുക്കുന്നതാണ്. രാവിലെ ചൊല്ലുന്നവന് വൈകുന്നേരം വരെ ഈ മലക്കുകൾ പ്രൊട്ടക്ഷൻ ചെയ്യും. വൈകിട്ട് ചൊല്ലുന്നവന് രാവിലെ വരെ പ്രൊട്ടക്ഷൻ ചെയ്യും. അതായത് മുഴുവൻ സമയത്തും അള്ളാഹുവിന്റെ മലക്കുകളുടെ ഒരു കാവലായിട്ട് അള്ളാഹു അവനെ വളർത്തും. 4ാമത് അവന് കിട്ടുന്ന നേട്ടം അതാണ്. ഇനിയോ ഇതോടൊപ്പം കിട്ടുന്ന വലിയൊരു നേട്ടം കേൾക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവിടുത്തെ കുടുംബമൊക്കെ വലിയ പരിശുദ്ധമായ കുടുംബമല്ലേ? നമ്മുടെ കുടുംബവും നബിതങ്ങളുടെ കുടുംബവും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്രയോ താഴ്ന്ന കുടുംബമാണ്. നബിതങ്ങളാണ് ഏറ്റവും ടോപ്പായ ഉന്നത കുടുംബം. ഈ കുടുംബത്തിൽപ്പെട്ട ഒരു അടിമയെ മോചിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയാലോ, ഒരു അടിമയെ ഈ കുടുംബത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയാലോ, ഏറ്റവും വലിയ ഫളലല്ലേ, ഏറ്റവും വലിയ ശ്രേഷ്ഠതയല്ലേ? എന്നാൽ ഈ ഒരു ദിക്ർ പതിവാക്കുന്നവന് ഓരോ ദിക്റിനും പകരം ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പര, അതായത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടങ്ങുന്ന മഹാന്മാരുടെ സന്താന പരമ്പരയിൽ നിന്നും, ആ പിതൃ പരമ്പരയിൽ നിന്നും എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല 10 അടിമയെ വീതം മോചിപ്പിച്ച കൂലി ഈ ഒരു ദിക്ർ ചൊല്ലുന്നവൻ അല്ലാഹു കൊടുക്കും. ഓരോ ദിക്റിനും 10 അടിമയെ വീതം മോചിപ്പിച്ച കൂലി. അപ്പൊ 10 ദിക്ർ ചൊല്ലിയാലോ 100 അടിമയെ മോചിപ്പിച്ച കൂലി കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് എഴുതി ചേർക്കാൻ പറ്റും. എത്രയാണെന്നറിയോ ദിക്റിന്റെ മഹത്വം? കാരണം 100 സയ്യിആത്തുകൾ പൊറുക്കപ്പെട്ടു, 100 ഹസനത്തുകൾ നമുക്ക് എഴുതപ്പെട്ടു, 100 ദറജ ഉയർത്തപ്പെട്ടു. അതോടൊപ്പം പ്രത്യേക കാവലായിട്ട് പ്രൊട്ടക്ഷനായിട്ട് മലക്കുകളെ, മസ്ലഹ എന്ന മലക്കുകളെ അള്ളാഹു ഏൽപ്പിച്ചു. ഇതിന് പുറമെയാണെന്ത്? 100 അടിമകൾ. അത് കേവലം ലോക്കൽ അടിമകളല്ല, മറിച്ച് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബിയുടെ മകനാകുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പര, അതിന്റെ അറ്റം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബിതങ്ങളും അടങ്ങുന്ന സന്താന പരമ്പരയിൽ നിന്നുള്ള അടിമകളെ 100 അടിമകളെ മോചിപ്പിച്ച കൂലി അവൻ എഴുതപ്പെടും, അല്ലെ അവൾക്ക് എഴുതപ്പെടും. അള്ളാഹു ഭാഗ്യം നൽകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ചെറുതാണെന്ന് കരുതരുത്, ചെറിയ വിഷയമാണെന്ന് കരുതരുത്. ജീവിതത്തിൽ കൊണ്ട് നടക്കാൻ ശ്രമിക്കണം. അള്ളാഹു സ്വീകരിക്കട്ടെ, നമ്മളൊന്ന് കബൂലാക്കട്ടെ. അള്ളാഹു എപ്പോഴും ദ്വാരക്കണം കബൂലാക്കാൻ വേണ്ടി. ഇനി കിട്ടുന്ന 6ാമത്തെ ഒരു നേട്ടം കേൾക്കണോ? അവൻ വെറുക്കപ്പെടുന്ന സംഗതികളിൽ നിന്നും അള്ളാഹു അവന് പ്രൊട്ടക്ഷൻ നൽകും. എനിക്ക് വരണ്ട എന്ന് ഉദ്ദേശിക്കുന്ന സംഗതികൾ, എനിക്ക് അപകടം പറ്റുക എനിക്ക് ഇഷ്ടമല്ല, ഒരു അപകടം സംഭവിക്കാം, അല്ലെ കടബാധ്യത കയറുക, സാമ്പത്തിക നഷ്ടം വരിക, പരാജയപ്പെട്ടു പോകുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ലല്ലോ. ഇങ്ങനെ ഞാൻ ഇഷ്ടപ്പെടാത്ത സംഗതികൾ എന്നിലേക്ക് അല്ലാഹു അടുപ്പിക്കുക തന്നില്ല. ഞാൻ ഇഷ്ടപ്പെടാത്ത, എനിക്കിഷ്ടമില്ലാത്ത, അതാരാണെങ്കിലും ശരി, ചൊല്ലുന്നവർക്ക് ഇഷ്ടമില്ലാത്ത സംഗതികളിൽ നിന്നും അല്ലാഹു അവനെ വിദൂരത്താക്കി കളയും. അവനിലേക്ക് ആ സംഗതി അടുപ്പിച്ചു കൊടുക്കൂല. അതേത് മേഖലയിലാണെങ്കിലും ശരി, ഏത് മേഖലയിലാണ് ശരി, അവൻ ഇഷ്ടമില്ലാത്തത് അവനിലേക്ക് അടുപ്പിച്ചു കൊടുക്കൂല. പ്രൊട്ടക്ഷൻ, കാവല് നൽകുന്നു. ഇനിയോ അതോടൊപ്പം 7ാമതായി കിട്ടുന്ന വലിയൊരു നേട്ടം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അല്ലാഹു അവനെ കാവല് നൽകും. ശപിക്കപ്പെട്ട പിശാച്, കാരണം നമ്മൾ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാലും നമ്മെ പിന്നോട്ട് വലിക്കുന്ന രണ്ട് വിഷയം. ഒന്ന് നമ്മുടെ നഫ്സ്, രണ്ടാമത്തെ സാക്ഷാൽ ഇബ്ലീസാണ്. ഇബ്ലീസ് നമ്മെ എങ്ങനെയൊക്കെ പഠിപ്പിക്കാൻ നോക്കും, അതൊക്കെ നോക്കും. നല്ലത് കാണിച്ച് ഇബ്ലീസ് എന്ത് ചെയ്യും? നമ്മെ വഴികേടിലാക്കും. നല്ലതാണെന്ന് തോന്നിപ്പിച്ചിട്ട് എന്ത് ചെയ്യും? വഴികേടിലാക്കും. അങ്ങനത്തെ സാധനമാണ് ഇബ്ലീസ്. ആ ഇബ്ലീസിൽ നിന്നും കാവല് തേടൽ അനിവാര്യമാണ്. കാരണം ഇബ്ലീസ് നമ്മെ പഴപ്പിക്കാൻ നമ്മുടെ അവസാന സമയം ശ്വാസം വരെ വരും, സക്രാത്തിന്റെ ഹാലിൽ വരെ വരും. അതുപോലെ തവസ്സുൽ ബൈത്ത് നമ്മൾ പാടൽ, ദാഹം മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഴി അവനാട്ടുവാൻ
ബദരീങ്ങളാൽ തുണ റബ്ബനാ. ആ സമയത്ത് ആട്ടി ഓടിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഇബ്ലീസ് നമ്മെ ഷർറിലാക്കാൻ വന്നുകൊണ്ടേയിരിക്കും. അവനിൽ നിന്നും കാവലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക പ്രൊട്ടക്ഷൻ നമുക്ക് നൽകും. ഇബ്ലീസിനെ അടുപ്പിക്കൂല. ഇബ്ലീസ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നില്ലെങ്കിലോ പിന്നെ ശരീരത്തെ മാത്രം നോക്കിയാൽ മതി. ശരീരം ചെയ്യുന്ന തെറ്റിനെ തൊട്ട് കാവൽ കിട്ടാനോ നമ്മുടെ കൂടെ ആരുണ്ട്? മസ്ലഹ എന്ന വിഭാഗം മലക്കുകളുണ്ട്. നോക്കുക, ഒരു മനുഷ്യൻ പരിശുദ്ധനാകാൻ, നമ്മുടെ ജീവിതം നന്നായി കിട്ടാൻ, നമ്മൾ നല്ല മുത്തഖിയാകാൻ ഈ ദിക്ർ രാവിലെയും വൈകുന്നേരം സ്ഥിരമായി കൊണ്ട് നടന്നാൽ മതി, പതിവാക്കിയാൽ മതി. ഖൽബിൽ ചൊല്ലുന്ന സമയത്ത് ഈ നിയ്യത്തൊക്കെ ഉണ്ടായ റബ്ബേ ഈ പറഞ്ഞ കൂലിയൊക്കെ എനിക്ക് നൽകണേ അല്ലാഹ്, ഈ പറഞ്ഞ കൂലിയൊക്കെ എനിക്ക് നീ നൽകണേ എന്നുള്ള നല്ല നിയ്യത്തോടു കൂടി നിങ്ങൾ ചൊല്ലിക്കോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കുമാറാകട്ടെ. എട്ടാമതായി കിട്ടുന്ന വലിയൊരു നേട്ടം ഇൻഷാ അല്ലാഹ് ഏതാണെന്നറിയോ? ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തി കളയാനെ. ശത്രുക്കളുടെ ഇവന്റെ എതിരെ വരുന്ന സകല ശത്രുക്കളുടെയും ഷെറുകളിൽ നിന്നും അല്ലാഹു കാവൽ നൽകും. ഇവനെ വൈരാഗ്യം വെച്ച്, അസൂയ വെച്ച്, അല്ലെങ്കിൽ ഇവനെ നശിപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ചില ആളുകൾ ഉണ്ടാവും. അത് ഏത് വിഭാഗത്തിലായിക്കൊള്ളട്ടെ, അവരെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവനെ രക്ഷപ്പെടുത്തും. അത് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുത്തും. ഇവന്റെ ബിസിനസ് തകർക്കണം, അല്ലെ അവളുടെ ബിസിനസ് തകർക്കണം, അവളുടെ കുടുംബം നശിപ്പിക്കണം, അവരുടെ സ്നേഹത്തിൽ കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വിള്ളലുണ്ടാക്കണം, അല്ലെ മക്കളെ തമ്മിൽ അടിയുണ്ടാക്കണം, ഇങ്ങനെ തുടങ്ങി വൈരാഗ്യം സൃഷ്ടിക്കാൻ, നമ്മുടെ ഇടയിലേക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ. അങ്ങനെ ഉണ്ടല്ലോ, കുത്തിത്തിരിപ്പ്, ഗീബത്ത്, നമീമത്തൊക്കെ പറഞ്ഞിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ചില വിഭാഗമുണ്ട്. അവരിൽ നിന്നും, അവരുടെ ഷെറിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രൊട്ടക്ഷൻ നൽകും, കാവൽ നൽകും. ആ ശത്രുക്കളെയൊക്കെ എന്ത് ചെയ്യും? ജീവിതത്തിൽ അല്ലാഹു പരാജയപ്പെടുത്തി കളയും, ആട്ടി ഓടിക്കും അവരുടെ ജീവിതത്തിൽ നിന്ന്. നമുക്കൊക്കെ ആവശ്യം അതാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും മുസീബത്ത് അങ്ങനത്തെ മുസീബത്തുകളാണ്. എന്ത് ഈ ഫിത്തിനെ ഇങ്ങനെ പറഞ്ഞു നടക്കാം, ഫിത്തിന ഫസാദുകൾ ഉണ്ടാക്കിയിട്ട് കുടുംബങ്ങളെ തമ്മിൽ അകറ്റുക, കൂട്ടുകാരെ തമ്മിൽ അകറ്റുക, ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ അകറ്റുക, മക്കളെ തമ്മിൽ അകറ്റുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്വഭാവം കാണിക്കുന്ന ആളുകൾ, അത്തരക്കാരിൽ നിന്ന്, ആ ഷെറിൽ നിന്നും അല്ലാഹു കാത്തുരക്ഷിക്കും അവരെ. അത്രക്കാരുടെ ഷെറിനും അല്ലാഹു കാത്തുരക്ഷിക്കും. ഇനിയോ ഒൻപതാമതായി കിട്ടുന്ന വലിയൊരു നേട്ടം കൂടെ ഞാൻ പറഞ്ഞു തരട്ടെ. മുത്തുനബി തങ്ങൾ പറയാം, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല എന്ന ഖൗലാണ് ഞാനും എൻ്റെ മുൻകാലത്തുള്ള മുഴുവൻ പ്രവാചകന്മാരും പറഞ്ഞ ഏറ്റവും നല്ല ഖൗല്, ഏറ്റവും നല്ല വാചകം. ഈ വാചകം ഉരുവിടുന്നവൻ, ഇത് പറയുന്നവൻ, ഇതിനേക്കാൾ മികച്ച വാചകം പറയുന്ന ഒരുത്തനെയും ലോകത്ത് വേറെ ഉണ്ടാവൂല. നോക്കുക, നമ്മളിത് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ അവനെ സംബന്ധിച്ച്, പറഞ്ഞ അവളെ സംബന്ധിച്ചിടത്തോളം എന്നെക്കാൾ കൂടുതൽ ശ്രേഷ്ഠത കിട്ടുന്നവൻ വേറെ ഈ ദുനിയാവിൽ ഉണ്ടാവൂല എന്ന്. എത്ര വലിയ ജോലി ചെയ്താലും, എത്ര വലിയ അമല് ചെയ്താലും. എന്നിട്ട് അവിടുന്ന് നബി തങ്ങൾ തന്നെ പറഞ്ഞത്, ഇവനേക്കാൾ കൂടുതൽ ഈ ദിക്ർ ചൊല്ലാൻ അവസരം കിട്ടിയവനോ ഇവനേക്കാൾ കൂടുതൽ ഉണ്ടാവും, അല്ലെ ഇവളേക്കാൾ കൂടുതൽ ഉണ്ടാവും. ഞാൻ 10 എണ്ണം ചൊല്ലി, എന്നാൽ 20 എണ്ണം ചൊല്ലിയ ഒരാൾ മറ്റൊരു സ്ഥലത്തുണ്ടെങ്കിലോ അവൻ എന്നെക്കാൾ ശ്രേഷ്ഠതയുള്ളവനാണ്. അത് ഈ ദിക്റിന്റെ ശ്രേഷ്ഠതയാണ്, ഈ അമലിന്റെ ശ്രേഷ്ഠതയാണ്. എന്ത്? ഇത് എത്രത്തോളം കൂടുതൽ ചൊല്ലുന്നോ, എത്ര കൂടുതൽ ചൊല്ലുന്നോ അവനായിരിക്കും ഏറ്റവും മികച്ചവൻ, ഏറ്റവും ശ്രേഷ്ഠനായവൻ, അവളായിരിക്കും ഏറ്റവും ശ്രേഷ്ഠനായവർ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഒരുപാട് അധികരിപ്പിക്കാം. 10 എന്നല്ല, 20 എന്നല്ല, എത്രയാണോ ജീവിതത്തിൽ ചൊല്ലാൻ പറ്റുന്നത് അത്രയും അധികരിപ്പിക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അതിനനുസരിച്ച് ഈ പറഞ്ഞ ദറജകൾ വർദ്ധിക്കുകയും, ഈ പറഞ്ഞ സയ്യാത്തുകൾ മായ്ക്കപ്പെടുകയും, ഈ പറഞ്ഞ ഹസനത്തുകൾ എഴുതപ്പെടുകയും, മലക്കുകളെ പ്രത്യേക കാവല് കിട്ടുകയും, അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇബ്ലീസിനെ, ശൈത്താനെ, ശത്രുക്കളുടെ ഷെറുകൾ, നമുക്ക് ഇഷ്ടമില്ലാത്ത ഷെറുകളൊക്കെ അകറ്റപ്പെടുകയും ചെയ്യുന്നതാണ്. ഇതിനൊക്കെ പുറമെ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ മുത്തുനബി തങ്ങളുടെ ആ പരമ്പരയിൽ നിന്നും അടിമകളെ, എത്രയോ അടിമകളെ ചെല്ലുന്നതനുസരിച്ച് 100 കണക്കിന് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലവും അവളുടെ അക്കൗണ്ടിലേക്ക് എഴുതപ്പെടുന്നതാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കളവ് പറഞ്ഞിട്ടില്ലാത്ത നബി അവിടുത്തെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് നമ്മെ പഠിപ്പിച്ചതാണ്. അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ, ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ ഇന്നു മുതൽ മുടങ്ങാതെ ചെയ്യാൻ പരിശ്രമിക്കുക. മഗ്രിബ് നിസ്കരിച്ച ശേഷം അതേ സ്ഥലത്തിരുന്നുകൊണ്ട് കുറഞ്ഞ പക്ഷം 10 എണ്ണമെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക. അതുപോലെ സുബഹി നിസ്കരിച്ച ശേഷം അതേ സ്ഥലത്തിരുന്നുകൊണ്ട് അവിടെയും 10 എണ്ണം ചൊല്ലാൻ ശ്രമിക്കുക. അള്ളാഹു കൊണ്ടു നടക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. അള്ളാഹു ഞങ്ങൾ ഈ പറഞ്ഞതൊക്കെ സ്വീകരിച്ച് ഞങ്ങൾക്ക് അതിനുള്ള തൗഫീഖും നീ നൽകണേ റഹ്മാനേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ഇൻഷാ അല്ലാഹ്